ശ്രീകൃഷ്ണ ഉദ്ധവ സംവാദം. അരുകിൽ ഞാൻ ഉണ്ടായിരുന്നിട്ടും. അവതാര ലക്ഷ്യം പൂർത്തീകരിച്ച് മടങ്ങാറായ വേളയിൽ ശ്രീകൃഷ്ണൻ ഉദ്ധവരെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു, എന്റെ അവതാര ജീവിതത്തിനിടയിൽ എത്രയോ ആളുകൾ വരം ചോദിച്ചു വന്നിരിക്കുന്നു. നിരവധി പേർ ആഗ്രഹങ്ങൾ അറിയിച്ചിരിക്കുന്നു, ദാനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. പ്രിയ ചങ്ങാതി മാത്രം എന്തേ ഒന്നും ചോദിച്ചില്ല? ഇപ്പോൾ എന്തു വേണമെങ്കിലും ചോദിക്കൂ. എന്റെ ലക്ഷ്യപൂർത്തീകരണം ഈ തോഴനു വേണ്ടി നല്ലത് ചെയ്തു എന്ന സംതൃപ്തിയോടെയാകട്ടെ. കുട്ടിക്കാലം മുതൽ കളിക്കൂട്ടുകാരനായും പിന്നീട് തേരാളിയായും സന്തത സഹചാരിയായിരുന്ന ഉദ്ധവൻ ഒരിക്കൽ പോലും വരം ചോദിക്കുകയോ ആഗ്രഹം അറിയിക്കുകയോ ചെയ്തിരുന്നില്ല. ഒന്നും ചോദിച്ചിരുന്നില്ലെങ്കിലും കുഞ്ഞുനാൾ മുതൽ വിസ്മയത്തോടെ ശ്രീകൃഷ്ണനെ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു ഉദ്ധവർ. കൃഷ്ണന്റെ ഉത്ബോധനങ്ങളും പ്രവൃത്തിയും തമ്മിൽ അന്തരമുണ്ടെന്ന് അന്നേ തോന്നിയിരുന്നു. അതിന്റെ കാരണമറിയാൻ ഉദ്ധവർക്ക് താല്പര്യം തോന്നി. പ്രഭോ, അവിടുത്തെ പ്രവൃത്തിയും വാക്കും വ്യത്യസ്തമായിരുന്നു. എന്നും മഹാഭാരത യുദ്ധമാകുന്ന നാടകത്തിലും ഇതെന്നെ അമ്പരിപ്പിച്ചു. എന്തേ അങ്ങനെ? എന്റെ സംശയം അറിയാനുള്ള ആഗ്രഹം സാധിച്ചു തരുമോ? കൃഷ്ണ, പറയൂ, ആരാണ് യഥാർത്ഥ സുഹൃത്ത്? ശ്രീകൃഷ്ണൻ, ആപൽഘട്ടങ്ങളിൽ ക്ഷണിക്കാതെ അണയുകയും സഹായിക്കുകയും ചെയ്യുന്നതാരോ അയാളാണ് യഥാർത്ഥ സുഹൃത്ത്. ഉദ്ധവർ, സംഭവിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതും അറിയാൻ കഴിയുന്ന അല്ലയോ ജ്ഞാനിയായ ഭഗവാനെ, താങ്കൾ പാണ്ഡവരുടെ ഉറ്റ സുഹൃത്തായിരുന്നു. ഇപ്പോൾ എനിക്കായി ഉറ്റ സുഹൃത്തിന്റെ വിശദീകരണവും നൽകി. എന്നിട്ടെന്തേ അവർക്ക് തുണയായില്ല? ദുര്യോധനനും ശകുനിയുമായി പാണ്ഡവർ ചൂതുകളിയിൽ ഏർപ്പെട്ടപ്പോൾ എന്തുകൊണ്ടാണ് അവരെ രക്ഷിക്കാതിരുന്നത്? യുധിഷ്ഠിരനെ ചൂതുകളിയിൽ നിന്നും പിന്തിരിപ്പിക്കാഞ്ഞതെന്തേ? അല്ലെങ്കിൽ ധർമ്മം ജയിക്കുവാനായി ധർമ്മരാജനെ ചൂതുകളിയിൽ വിജയിപ്പിക്കാഞ്ഞതെന്തേ? കൃഷ്ണ, ധനവും രാജ്യവും തന്നെ തന്നെയും നഷ്ടപ്പെടുത്തിയപ്പോഴെങ്കിലും അദ്ദേഹത്തെ തടയാത്തതെന്തേ? ചൂതാട്ടം നിർത്തിയില്ല. സഹോദരങ്ങളെ പണയം വയ്ക്കാൻ തുടങ്ങിയപ്പോഴെങ്കിലും അവിടേക്ക് കടന്നു ചെല്ലാഞ്ഞതെന്തേ? പാണ്ഡവരുടെ ഭാഗ്യദേവതയായ ദ്രൗപദിയെ പണയവസ്തുവാക്കിയത് എന്തിനായിരുന്നു? ധർമ്മപുത്രർക്ക് അനുകൂലമായ രീതിയിൽ ചൂതാട്ടം മുന്നോട്ട് കൊണ്ടുപോകാഞ്ഞതെന്തേ? ഒരു പുരുഷനാൽ സഭയിലേക്ക് വലിച്ചിഴക്കപ്പെട്ട ദ്രൗപദിയുടെ മാനം കവർന്നിടാൻ പാകത്തിൽ കാര്യങ്ങൾ എന്തിനാണ് മുന്നോട്ട് കൊണ്ടുപോയത്? പൈശാചികമായി ഒരു സ്ത്രീ നിന്ദിക്കപ്പെടുന്നതുവരെ കാത്തു നിന്നിട്ട് കടന്നു ചെല്ലുന്നതാണോ ആപൽ ബാന്ധവൻ? വിഷമഘട്ടത്തിൽ സഹായിക്കുന്നില്ല എങ്കിൽ എന്താണ് ധർമ്മം? ചോദ്യങ്ങൾ ഒഴുകി വരവെ ഉദ്ധവരുടെ മിഴികളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഇത് ഉദ്ധവരുടെ മാത്രം ചോദ്യങ്ങളല്ല. മഹാഭാരതം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ഉയരാനിടയിലുള്ള സംശയങ്ങളാണ്. മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് അതിമനോഹരമായ മറുപടി നൽകി ശ്രീകൃഷ്ണൻ. വിവേകശാലി വിജയിക്കും എന്നതാണ് പ്രിയ സ്നേഹിത ലോക നിയമം. ദുര്യോധനന് വിവേകമുണ്ടായിരുന്നു. വേണ്ട സമയത്ത് വിവേകമില്ലാതെ പോയതാണ് ധർമ്മരാജന്റെ നഷ്ടം. ഉദ്ധവർ പിന്നെയും ചിന്താക്കുഴപ്പത്തിലായി. കൃഷ്ണൻ തുടർന്നു, ധാരാളം സമ്പത്തുണ്ടായിരുന്നിട്ടും ദുര്യോധനന് ശരിയായി ചൂത് കളിക്കാൻ അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് പന്തയത്തിൽ അമ്മാവനായ ശകുനിയെ ചൂത് കളിക്കാനായി നിർദ്ദേശിച്ചത്. ധർമ്മരാജനു വേണ്ടി ഞാൻ കളിക്കുമായിരുന്നു, പക്ഷേ എന്റെ പേര് പറഞ്ഞില്ല. ഞാനുമായിരുന്നു കളിച്ചിരുന്നതെങ്കിൽ ആരായിരിക്കും ജയിക്കുക? പറയൂ കൂട്ടുകാരാ. എന്നെ കളിക്കാൻ ക്ഷണിച്ചില്ലെന്നത് മറക്കാം. നിർഭാഗ്യവശാൽ
ഈ കളിയിൽ ഏർപ്പെടുന്നത് ഞാൻ ഒരിക്കലും കാണാനിടവരരുതെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥനയാൽ എന്നെ കെട്ടിയിട്ടു. ആരെങ്കിലും പ്രാർത്ഥിക്കുമെന്ന് കരുതി ഞാൻ ആ സഭയ്ക്ക് പുറത്ത് കാത്തുനിന്നു. ഒരാൾ പോലും പ്രാർത്ഥിച്ചില്ല എന്റെ സഹായത്തിനായി. അർജുനനും ഭീമനും നകുലനും സഹദേവനുമൊക്കെ പരാജയപ്പെട്ടപ്പോൾ അവർ ദുര്യോധനനെ ശപിക്കുകയും സ്വന്തം വിധിയെ പഴിക്കുകയുമാണ് ചെയ്തത്. സഹോദരന്റെ കൽപ്പനപ്രകാരം ദുശാസനൻ മുടിക്ക് പിടിച്ച് വലിച്ചിഴച്ചപ്പോൾ ദ്രൗപദി പോലും എന്നെ വിളിച്ചില്ല. സ്വന്തം ശക്തി ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ദുശാസനൻ വസ്ത്രാക്ഷേപം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദ്രൗപദി അശക്തയായി, വിവശയായി. അഭയം അഭയം കൃഷ്ണ എന്നുറക്കെ വിളിച്ചു കരഞ്ഞു. അപ്പോൾ മാത്രമാണ് എനിക്കവിടെ പ്രവേശിക്കാൻ അവസരം കിട്ടിയത്. ഞാൻ ഉടനെ അവിടെ എത്തി ദ്രൗപദിയുടെ മാനം കാത്തു. ഇതിൽ എന്റെ തെറ്റെന്താണ്? ഉദ്ധവർ: മനോഹരം കണ്ണ, ഞാൻ തൃപ്തനായി. എന്നാൽ ഞാൻ ചതിക്കപ്പെടുകയല്ലോ. ഒന്ന് ചോദിക്കട്ടെ കൃഷ്ണ, വിളിച്ചാൽ മാത്രമേ സഹായത്തിനായി താങ്കൾ വരികയുള്ളോ? ധർമ്മ സംസ്ഥാപനത്തിനായി സ്വയം അണയുകയില്ലേ? പുഞ്ചിരിയോടെ കൃഷ്ണൻ തുടർന്നു: ഈ ജന്മത്തിൽ ഓരോരുത്തരുടെയും ജീവിതം അവരുടെ കർമ്മത്തിനനുസരിച്ചാണ് മുന്നോട്ടു പോകുന്നത്. ഞാൻ അത് നടത്തുന്നില്ല. ഞാൻ അതിൽ ഇടപെടുന്നുമില്ല. ഞാൻ സാക്ഷിയാണ്. സർവം സാക്ഷിയായി ഞാൻ തൊട്ടടുത്ത് നിൽക്കുകയാണ്. അതാണ് ഈശ്വരധർമ്മം. അതിമനോഹരം കണ്ണ, തൊട്ടടുത്ത് നിന്നുകൊണ്ട് എല്ലാം കാണുകയാണല്ലേ. തെറ്റുകൾ കാരണം ഞങ്ങളുടെ പാപങ്ങൾ കുന്നുകൂടുന്നത് കണ്ട് നിൽക്കുന്നുവോ? ഞങ്ങൾ കൂടുതൽ തെറ്റു ചെയ്യുകയും പാപങ്ങൾ കൂടുക വഴി ദുരിതങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നതാണോ ഇഷ്ടം? ഉദ്ധവർക്ക് സഹിക്കാനായില്ല. കൃഷ്ണൻ തുടർന്നു: ഉദ്ധവർ കാര്യങ്ങൾ ശ്രദ്ധിച്ചു പറയൂ. ഞാൻ സാക്ഷിയായി തൊട്ടടുത്ത് നിൽക്കുന്നു എന്നറിയുമെങ്കിൽ, ആ തിരിച്ചറിവുണ്ടെങ്കിൽ, പിന്നെ എങ്ങനെയാണ് തെറ്റ് ചെയ്യാൻ നിനക്കാവുന്നത്? പിന്നെ എങ്ങനെയാണ് നിന്റെ പാപങ്ങൾ വർദ്ധിക്കുന്നത്? ഇത് സദാ വിസ്മരിക്കുന്നു. ഞാനൊന്നും കാണുകയില്ല, അറിയില്ല എന്ന് കരുതി തെറ്റുകൾ ചെയ്യുകയാണ്. അതിനാലാണ് കുഴപ്പങ്ങളിൽ ചെന്ന് ചാടുന്നത്. ഞാൻ അറിയാതെ ചൂത് കളിക്കാമെന്ന ചിന്തയാണ് ധർമ്മരാജാവിന്റെ നഷ്ടത്തിന് കാരണം. സാക്ഷിയായി ഞാനുണ്ടെന്ന് തിരിച്ചറിഞ്ഞുവെങ്കിൽ ഈ ചൂതാട്ടം ഇങ്ങനെ അവസാനിക്കുമായിരുന്നോ? വേറൊരു സമാപ്തിയാകുമായിരുന്നില്ലേ? ഭക്തിപൂരിതമായ മനസ്സുമായി നിന്ന ഉദ്ധവർക്ക് വാക്കുകൾ വിദൂരത്തായി കുറെ സമയത്തേക്ക്. എത്ര മഹത്തായ സത്യം, എത്ര വലിയ തത്വം! പൂജ ചെയ്യുന്നതും ഭഗവാനെ പ്രാർത്ഥിക്കുന്നതുമൊക്കെ നമ്മുടെ തോന്നലും വിശ്വാസവും മാത്രം. ഈശ്വരന്റെ സാന്നിധ്യം സദാ സാക്ഷിയായി കൂടെ നിൽക്കുന്നുവെന്ന് അറിവ് നമ്മിൽ ഉറയ്ക്കുമ്പോൾ ഭഗവാൻ അറിയാതെ ഇവിടെ ഒരു ഇല പോലും ചലിക്കുന്നില്ല എന്ന സത്യം നമുക്ക് മനസ്സിലാവുന്നു. നാം എങ്ങനെയാണിത് മറക്കുക? ഭഗവത്ഗീതയിലുടനീളം അർജുനനോട് കൃഷ്ണൻ പറയുന്നതും ഈ വേദാന്തമാണ്. തേരാളിയും ഒപ്പം വഴികാട്ടിയുമായി കൃഷ്ണൻ. എന്നാൽ കൃഷ്ണൻ ഒരിക്കലും നേരിട്ട് യുദ്ധം ചെയ്തില്ല. അനന്തമായ ഈ ശക്തി തിരിച്ചറിയുക. നമ്മുടെ ഉള്ളിലും പുറത്തും നിറയുന്ന ഈ സാക്ഷി ഒരു സത്യമാണ്. കൂടുതൽ ശ്രദ്ധയോടെ ഈശ്വരീയ ബോധത്തിൽ ലയിക്കാം. പരിശുദ്ധവും സ്നേഹനിർഭരവും ആനന്ദപ്രദവുമായ ശുദ്ധബോധത്തെ ആദരവോടെ സ്നേഹത്തോടെ കണ്ടെത്താം. നമുക്ക് ഒത്തുചേരാം അതിനുവേണ്ടി.